അവനെ കൊണ്ടുപോകും. പണ്ട് ഞങ്ങളൊരു വീഡിയോ എടുത്തായിരുന്നു ഇങ്ങനെ കയറി വരുന്നത്, അതിപ്പോ കാണിക്കാം. ആ വീഡിയോ എടുത്തി ഞാൻ ഇവിടുന്ന് ഗൈസ് ഇവിടെ 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 ഇവിടുന്ന് ഇവളുടെ കയ്യെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പൊന്നെ ഒരു മൈൻഡ് ഇല്ലായിരിക്കും. പൊന്നെ അയ്യോ അയ്യോ പയ്യെ പ്രായിക്കൂടി അച്ചാ തീട്ടം പോവും. ഹലോ ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഇപ്പൊ നമ്മൾ ഇന്ന് ട്രിവാൻഡ്രം സൂവിലാണ് ഗൈസ്. സൂ ആണോ ഇത്? അതെ അതെ, സൂവും മ്യൂസിയം ഒക്കെ ഒരുമിച്ചാ. നമ്മുടെ കൊറേ മെമ്മറീസും കൊറേ കാര്യങ്ങളും ഒക്കെ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. ആക്ച്വലി ഞങ്ങള് ഇവിടെ വന്നപ്പോ കൊറേ കാര്യങ്ങൾ ഒന്നുകൂടെ പുതുക്കാന്ന് പറഞ്ഞിട്ട് വന്ന, പക്ഷെ എന്തോ പറയാനാന്ന് പറ പണ്ടാര തിങ്കളാഴ്ച ഇവിടെ ഇല്ലായിരുന്നു. സൂ ഉണ്ട് ഇവിടെ, പക്ഷെ കൊള്ളാം, രസമുണ്ട്. നമ്മള് കുറച്ചേരം ഇപ്പൊ ഇവിടെ സ്പെൻഡ് ചെയ്തു. നല്ല മെമ്മറീസ് ഒക്കെ തിരിച്ചു കിട്ടിയ ഒരു ഫീല്. പിന്നെന്താ ഗൈസ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരും ഗൈസ്. പിന്നെ വേറെ എന്താ പറഞ്ഞാൽ നിങ്ങൾ ആരും തിങ്കളാഴ്ച ഇവിടെ വരാൻ നിൽക്കില്ല. അതിന്റെ കാരണമൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ കാണാം. അങ്ങനെ രാവിലെ 5:30 ആയപ്പോൾ എന്നെ പിക്ക് ചെയ്യാനായിട്ട് ഇവരെല്ലാവരും കൂടെ വന്നു ഗൈസ്. അവിടുന്ന് നേരെ കാറിലോട്ട് ഷിഫ്റ്റ് ആയിട്ട് ഒരൊറ്റ പോക്കാണ് ഡയറക്റ്റ് ട്രിവാൻഡ്രം. ഹൗ ആർ യു ജ്യോതിക? നോട്ട് ഫൈൻ. അപ്പിയിടാൻ മുട്ടുന്നുണ്ടോ? മുട്ടുന്നുണ്ട്. എന്താണ് അപ്പിയിടാത്തത്? അവിടെ ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ഒരുമിച്ചായിരുന്നു. അതിനെന്താണ്? ഗ്യാസ് കേറി തൊള്ള കുറെ ഗ്യാസിന്റെ സാമാനം ഉണ്ടാക്കുന്നത്. പിന്നെ ഇവർക്കാർക്കും ഗ്യാസ് ഇല്ലായിരുന്നു. ഇവര് മറ്റേ എന്തോ മോദകമല്ല, ഈ മോദകം ഇട്ട് വെള്ളം പോകാതെ ഇരിക്കുമ്പോഴൊരു ഗ്യാസ് കയറുന്നുണ്ട്. എനിക്ക് വേണ്ട. അതിനെ ചപ്പിട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പെട്രോളൊക്കെ അടിച്ച് പോകുന്ന വഴി ഇവരെല്ലാവരും ഒരു ഉറക്കവും പാസ്സാക്കി. ട്രിവാൻഡ്രം ഞാനാ ഓടിച്ചു വന്നത് ഗൈസ്. പുറകെ ഇരുന്ന് കണ്ടില്ലായിരുന്നു, ബൂർക്കം വലിയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തി. നമ്മുടെ പ്ലാൻ ഇന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ കഴിക്കാൻ പോകും. ഫസ്റ്റ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സൂവിലോട്ട് പോകണം. സൂവിൽ നിന്ന് പിന്നെ മ്യൂസിയത്തിൽ പോകണം. മ്യൂസിയത്തിൽ നിന്ന് പിന്നെ എവിടെയെങ്കിലൊക്കെ പോകണം ഗൈസ്. ഞങ്ങള് ഈ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ മെയിൻ ആയിരുന്നു ഗൈസ്. അച്ഛന് ഓടിപ്പിടിക്കാൻ പറ്റാത്തൊരിടമായിരുന്നു. അല്ലാത്തടമൊക്കെ അച്ഛന് ഓടിപ്പിടിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മെയിൻ സ്പോട്ടായിരുന്നു ട്രിവാൻഡ്രം. ഇവിടെ ഒരു കുരങ്ങുണ്ട് എന്റെ. ആ കുരങ്ങിനെയും കൂടെ കാണണമെന്നുണ്ട്. കഴുത പറ്റുമെങ്കിൽ അവളെ നമുക്ക് കാണാൻ. വിളിക്കാനല്ല, എന്തെങ്കിലും പറ. സുഖമാണി നിലാവ്, എന്തു രസമാണി കാറ്റ്, അരികിൽ നീ വരുമ്പോൾ. എന്റെ മൂക്ക് പഴുത്തിരിക്കുക ഗൈസ്. എന്തോ ചെയ്യ, എത്ര തവണയാന്നറിയാം. സത്യം പറഞ്ഞ ഇവക്ക് മൂക്ക് കെയർ ചെയ്യാൻ അറിയത്തില്ല. എന്റെ ഉണ്ടോ അത് ഇവനെ ഉമ്മ വെക്കാൻ ഇങ്ങനെ പോകുമ്പോ ഇവൻ മൂക്ക് താക്കുന്നതാ. ഇന്നലെ വരുന്ന ആദിരാജയെ ഉമ്മ വെക്കാൻ പോകുമ്പോ ആദിരാജയും ഇവനെയും ആരെയൊക്കെ ഉമ്മ വെക്കാൻ പോയാലും ഇവിടെ ഒരു എനിക്ക് ആകെ പ്രശ്നം ഇത് ആക്സിഡന്റ് പറ്റി ഇവിടെ ഇങ്ങനെ മുറിഞ്ഞു പോയതാ. ഇത് എന്തെങ്കിലും ചെയ്ത് കളയണം അല്ലേ? പ്ലാസ്റ്റിക് സർജറി ചെയ്യാം. ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തി. പക്ഷെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു. കുറച്ച് ഉപ്പ് കുറവാന്നേ ഉള്ളൂ. മസാല ദോശയും ഫിൽറ്റർ കോഫി വാങ്ങിച്ചു. ഇതിന്റെ റെസ്റ്റോറൻറ്റ് പേരെന്താ? റെസ്റ്റോറൻറ്റ് പേര് ആര്യജ്യോതി റെസ്റ്റോറൻറ്റ്. മസാല ദോശയും പിന്നെ സമയം ഇപ്പോൾ 11 മണിയായി. അതിൻ്റെതായിട്ടുള്ള ഇതും ഉണ്ട്. ഞങ്ങള് ഇതുവരെ മറ്റേ ജലബീരങ്കി ഇട്ട് മറ്റേ ആൾക്കാരെയൊക്കെ ഇങ്ങനെ അടിക്കുന്നൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ഇതുവഴി വരാൻ നേരം അവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നു. കുറെ പിള്ളേരെ പോലീസുകാർ തല്ലുന്നു, തിരിച്ചു തല്ലുന്നു. മറ്റേ ജലബീരങ്കയൊക്കെ ഇട്ട് ചീറ്റുന്നു. എന്തോ വലിയ പ്രശ്നമാ. എന്തോ എവിടെ ആയിരുന്നടി? എവിടെ? കേരള പബ്ലിക് കമ്മീഷൻ. ഞങ്ങള് അടുത്ത ഇനി തിരുവനന്തപുരത്ത് മ്യൂസിയത്തിലോട്ട് കയറാം. ഫസ്റ്റ് സൂവിലോട്ട് മ്യൂസിയത്തിലോട്ട് പോവാം. മ്യൂസിയത്തിനവിടെ മെയിൻ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. എടി മറ്റേ സൂവിൽ മറ്റേ ഗായ്സ് ഒരു
ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഉണ്ട്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. പണ്ട് ഞങ്ങൾ അവിടെ പോയി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. ഗൈസ്, ഒരു സന്തോഷ വാർത്തയുണ്ട്, സൂ ഇന്നില്ല. തിങ്കളാഴ്ച ദിവസം അവധിയാണ്, ഞായറാഴ്ച ദിവസമൊക്കെ ഭയങ്കര തിരക്കായോണ്ട് അവര് തിങ്കളാഴ്ച ദിവസം ക്ലോസ് ആണ്. സമാധാനമായി. ഈ ജ്യോതികാച്ച ഒറ്റ ഇരുത്തി നമ്മള് സൂവിൽ പോവാന്നൊക്കെ പറഞ്ഞു മൂപ്പിച്ചോണ്ടുവന്നത്. നീയല്ലേ ആദ്യം സൂ എന്ന് പറഞ്ഞത്. സൂ ഇല്ല ഗൈസ്. നമുക്ക് സൂവിന്റെ അകത്തിൽ ഇങ്ങനെ പാർക്ക് പോലെ സെറ്റപ്പ് ഉണ്ട്, നമുക്ക് അവിടെ പോവാം കുറച്ചു നേരം. മറ്റേ പക്ഷെ ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റത്തില്ല, പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാർ പാർക്കിംഗ് ഇല്ല. നമുക്ക് ബാക്കിൽ പോയിട്ട് കാർ പാർക്ക് ചെയ്തിട്ടാണ് ഇനി അകത്തോട്ട് കയറാൻ. നമുക്കത് ഒരു അനുഭവമായല്ലോ തിങ്കളാഴ്ച ഗൈസ്, നമ്മുടെ ഈ ബ്ലോഗ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച ട്രിവാൻഡ്രം സൂ ഇല്ല. സോ മെനി ഇഷ്യൂസ് ഗൈസ്. പാർക്കിങ്ങും ഇല്ല, പാർക്കിലോട്ട് പോകാനായിട്ട് പാർക്കിങ്ങും ഇല്ല ഇതിനകത്ത്. ഇന്ന് മൺഡേ ലീവ് ആയതുകൊണ്ട് പാർക്കിങ്ങും ഇല്ലെന്ന്. നമ്മളെന്തോ ചെയ്തു, ഇവിടെ ഇറങ്ങിയിട്ട് അകത്തോട്ട് വണ്ടി വെളിയിലെങ്ങാണ്ട് പാർക്ക് ചെയ്യാൻ, എന്തോ ഒരു ലെഫ്റ്റിൽ എവിടെങ്ങാണ്ട് കൊണ്ട് പാർക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ നേരെ ഇപ്പോൾ അകത്തല്ലാണ്ട് നമ്മൾ വീൽ ചെയർ ഇറങ്ങി പാർക്ക് എന്താ പോവാ, അത്രേ ഉള്ളൂ. ഗൂഗിൾ പേ ഇല്ല. ഇറങ്ങിയെന്നേ മുളകില്ലാത്തതാണോ വേണ്ടത്? അല്ലല്ല, എനിക്ക് മുളക്. നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ പാർക്കിങ്ങും ഇല്ല. ഇവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മളോട് പറഞ്ഞ പാർക്ക് ചെയ്ത് ഇവിടെ പാർക്ക് ചെയ്തിട്ടോ, വീൽ ചെയറിൽ ഇതായോണ്ട്. ആ, താങ്ക് യു. നമുക്കിന്ന് ഇനി മുതലല്ല, അറിയത്തില്ല, ദുബായ്ക്കാരൻ്റെ ഭാര്യ ദുബായ് കൊണ്ടുപോകുന്ന അറിയത്തില്ല. സോ നമുക്ക് ആതിരാജ ഉള്ളതുകൊണ്ട് നമുക്ക് വ്ളോഗ് നമുക്ക് എൻജോയ് ചെയ്തെടുക്കാം ഗൈസ്. നമുക്ക് ഫോൺ കൈ പിടിക്കണ്ട, അല്ലാണ്ട് തന്നെ എടുക്കാം. അവകാശ നിയമം എന്തുവാ? ആനുകൂല്യങ്ങൾക്ക് വൈകല്യത്തിന്റെ കുറഞ്ഞ തോത് 40%. ആനുകൂല്യങ്ങൾക്കായി സമർപ്പിക്കേണ്ട രേഖ UDID കാർഡ് ഉണ്ടോ? നമുക്ക് ഉണ്ട്. UDID കാർഡ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിക്ക് 4% സംവരണം. മര്യാദക്ക് ജോലിക്ക് വെക്കോ നീ? ഇല്ലില്ല. അടുത്ത് വിദ്യാഭ്യാസത്തിന് 5 സംവരണം. അതില്ലല്ലോ. എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല. അടുത്തത് ഭിന്നശേഷിക്കാരെ പീഡിപ്പിക്കുന്ന 5 വർഷം വരെ തടവും കുറ്റകൃത്യമാണ്. കേട്ടല്ലോ. നമ്മളവിടെ ഒന്നും ഇതുപോലെ വീൽ ചെയർ ഉന്നുള്ള ഒരിതില്ല. നമ്മളതുകൊണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് വീൽ ചെയർ ഉന്തി നടക്കുക. ഇനി ഇതിന്റെ അടിയിൽ വന്നിട്ട് എല്ലാരും പറയണം, ആ ചെറുക്കനെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ തള്ളിപ്പിച്ചു. അവനത് തള്ളുന്നത് നല്ലതാ ശരിക്കും. നമ്മൾ തള്ളിപ്പിക്കുന്നില്ലെന്നും പറഞ്ഞോണ്ട് അവന് പരാതി എപ്പോഴും. കഷ്ടമായി പോയി ഗൈസ്. നമ്മള് വന്നപ്പോ ഇതേപോലെ ഇത് അവധിയാ, നമുക്ക് അറിയത്തില്ലായിരുന്നു. ഭിന്നശേഷി സൗഹൃദ പാർക്കെന്ന് നമുക്ക് കയറി നോക്കാം എന്താ സംഭവം. പക്ഷെ ഭിന്നശേഷി സൗഹൃദ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീൽ ചെയർ. ഭിന്നശേഷി സൗഹൃദ പാർക്കാ? ഇതാണ് ഡിസേബിൾഡ് പേഴ്സൺസിനുള്ള പാർക്ക്. കണ്ടില്ലേ എല്ലാരും? ഇതുവഴി കയറാനൊക്കെ പറ്റും, പക്ഷേ അതുവഴി കയറാൻ അവിടെ നിന്ന് അടച്ചിട്ടേക്കോ, ലീവ് ആയതുകൊണ്ട് ഇന്ന് അടച്ചിട്ടേക്കോ എല്ലാം. സോ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. പക്ഷെ കൊള്ളാം സംഭവം. ഇതുപോലെ ഇതുണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു? എനിക്ക് ഇവിടെ വീൽ ചെയർ ഫ്രണ്ട്ലി ആന്നുള്ളത് അറിയാവുന്ന, അതാ സൂയിൽ പോവാന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇന്ന് അവധിയാ നമുക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, ഞങ്ങളിവിടെ ബെറ്റാ ഗൈസ്. പണ്ട് ഞങ്ങളൊരു വീഡിയോ എടുത്തായിരുന്നു ഇങ്ങനെ കയറി വരുന്നത്, അതിപ്പോൾ കാണിക്കാം. ആ വീഡിയോ എടുത്തി ഞാൻ ഇവിടുന്ന ഗൈസ്, ഇവിടെ ഇവിടുന്ന് ഇവളുടെ കയ്യെ പിടിച്ചോണ്ട് കയറി വരുന്നത്. നീ സംശയം പോയി നോക്കടി, ആ സ്റ്റെപ്പ് പോയി നോക്കടി. എല്ലാ സ്റ്റെപ്പ് ഒരേപോലെ? അല്ലല്ല, ഇവിടെ ഫോട്ടോ എടുത്തത് ഇവിടുന്ന്. അതുകൊണ്ടാ ഗൈസ്, ഇതാണ് ഗൈസ് ഈ സ്റ്റെപ്പിൽ കൂടെ. ആ ജ്യോതികാജയ്, ഈ ജ്യോതികാജയ് നോക്കിയേ. ഞങ്ങളുടെ പ്രേമത്തിലെ കരടായിട്ട് വന്ന മനുഷ്യൻ. അന്നും ഇന്നും ഞങ്ങളുടെ എത്ര നല്ല നിമിഷങ്ങൾ ഈ മനുഷ്യൻ നശിപ്പിച്ചെന്നറിയാം ഗൈസ് നിങ്ങൾക്ക്.
അനന്ത് ഇപ്പൊ നമ്മൾ സാരഥിയായിട്ട് വന്നില്ല. അതെ, ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാം. ഇവിടത്തിൽ ഒരാളുണ്ടായിരുന്നു. അതെ, അതിന് ഏതെങ്കിലും തണലത്ത് ഏതോ കോളേജിൽ പഠിക്കുന്ന ഏതോ ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിനോട് കമ്പനിയായിട്ട് അവിടെ കണ്ട് ഇരിപ്പുണ്ട്. ഇവിടെ അറിയത്തില്ല ഞങ്ങൾക്ക്. പോകുമ്പോൾ വിളിച്ചാന്ന് പറഞ്ഞു, പക്ഷെ ഫോണിന്റെ റീചാർജ് ഉണ്ട്, പ്ലാനില്ല, വിളിക്കാനും പറ്റത്തില്ല. എന്ത് പറഞ്ഞു ഹിന്ദുക്കൃഷ്ണക്ക് ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് പോകുന്ന ഇഷ്ടമാണ് ഗൈസ്. പക്ഷെ നമ്മുടെ അവിടെ ഇത്രയും സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പോവാനും പാടാണ്. ഓ, ഇത് കൊള്ളാം കേട്ടോ. ഇതെന്ത് ആനയാന്ന് തോന്നുന്നല്ലേ, മേളിൽ നോക്കിയാലേ അറിയത്തുള്ളൂ. ഓ, മറ്റേ തിരുവിതാംകൂറിന്റെ ഇതാന്ന് തോന്നുന്നു. മറ്റേ തിരുവിതാംകൂറിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, 2 ആന വെക്കുന്നത്, നമ്മുടെ നോട്ടിലേക്കുള്ള സാധനം, അതിൻ്റെ വെച്ച് മറ്റേ ഇല വെച്ചുകൊണ്ട്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ഫോട്ടോ ഒന്നും എടുത്തില്ല. അത് മാത്രമല്ല, ഞാനും ജ്യോതിരാജയും കൂടെ ഉള്ള നല്ല ഫോട്ടോ ഒന്നും എടുത്തില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി ഫോട്ടോ എടുക്കാം. ചോക്ലേറ്റിന്റെ കോണ്, മാംഗോ ബാർ, ചോക്കോ ബാർ. മാംഗോ ബാർ വാങ്ങിച്ചു കണ്ടുപോകും. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് മാംഗോ ബാർ നമുക്ക് അവർ തന്നെ പൊളിച്ച് തരത്തുള്ളൂ. അത് കൊള്ളാമില്ല, നല്ലൊരു ഇതാണ്. മറ്റേ വെളുത്ത വാനിലയുടെ മറ്റേ ഇതില്ല. കുറേ മൃഗങ്ങളുണ്ട് സൂയില്. പിന്നെന്താ, മൃഗശാലയ്ക്ക് സിംഹാലം കുരങ്ങന്റെ ഫോട്ടോ വെച്ചേക്കുന്നത്. വൈ എനിക്കറിയത്തില്ല, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ദേശീയ സംസ്ഥാന മൃഗം, ദേശീയ അങ്ങനത്തേലും ആയിരിക്കും. ദേശീയ മൃഗം എന്തുകൊണ്ടാ അമ്മ ഈ സിംഹവാലക്കുരങ്ങിന്റെ അത് വെച്ചേക്കുന്നത് സൂവിന്റെ അവിടെ? ആണ്ട അവിടെ ഇതിന്റെ കാരണം സിംഹവാലക്കുരങ്ങിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? രാജകീയർ, കുരങ്ങുകളുടെ രാജാവ് രാജകീയർ. വംശനാശം കരടിക്കുട്ട ഇപ്പൊ വിളി കേട്ടായിരുന്നു. കേട്ടോ നിങ്ങള്? കേട്ടില്ലേ? ഇവിടെ മ്യൂസിയത്തിന് മഞ്ചാടി പിറകിക്കൊണ്ടിരിക്കുക. ആ കയ്യില് മൊത്തം ഈ തുണിക്കകത്ത് പൊതിഞ്ഞു വെച്ചേക്കോ മഞ്ചാടി. കണ്ടോ? മോക്ക് സുഖമാണോ? എന്റെ മോൻ സുഖമായിട്ടിരിക്കുന്നോന്ന്. അകത്തോട്ടൊരു വഴി കിടക്കുന്നില്ല, അകത്തോട്ടൊരു വഴി, 2 മതിൽ ജ്യോതി പിയർ ഇവിടെ കഷ്ടപ്പെട്ട് മഞ്ചാടി പെറുക്കി എടുത്തതാ. ഇവിടെ തട്ടിക്കളഞ്ഞു. ഇതാരാ? അമ്മണി ആരാ? ഞങ്ങളുടെ വീട്ടിലെ പൂച്ച. ഇത് അമ്മണിയെ പോലെ ഇരിക്കുന്ന അമ്മണിയുടെ കാമുകനാന്ന് തോന്നുന്നു. അത് അമ്മണിയുടെ ചേട്ടനായിരിക്കും. കരടി എന്തോ ഇവളുടെ അടുത്ത കൂട്ടുകാരനെ പോലെ അവനെ കാണാതെ പോയിട്ട് തപ്പുന്ന പോലെ. എന്താ കരടിക്കുട്ട, എടാ കരടി എവിടാ നീ? കണ്ടോ? അവനോട് അന്വേഷണം പറഞ്ഞോ? അവിടെ ആരും ഇല്ല. ശ്രീകൃഷ്ണ കേറുവാണ് ഗൈസ്. പിന്നെ നമ്മള് മാങ്ങ മേടിച്ചപ്പോ തൊട്ടുള്ള വഴക്ക് ഇപ്പോഴും അവിടെ നടന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നമ്മളൊരു മാങ്ങയും ഒരു പൈനാപ്പിളോടെ വാങ്ങിച്ചു. അങ്ങനെ നമ്മള് പൈനാപ്പിളും വാങ്ങിച്ച് ഇറങ്ങി ഗൈസ്. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയില്, മുടിഞ്ഞ വെയില്. ഞങ്ങള് സത്യം പറഞ്ഞ ഒരു മഴയൊക്കെ പ്രതീക്ഷ വന്നു. ഇതെന്ത് വീട് നെറ്റിക്കൊരു മഴയൊക്കെ പ്രതീക്ഷ കൊണ്ട് മഴയില്ല. ഒരു ഇച്ചിരി വെയില് താഴ്ച പോലും ഇല്ല, മുടിഞ്ഞ വെയില്. ഞാൻ കരിഞ്ഞ് കറുത്തുപോയി. ഇവർക്കൊക്കെ എന്തെങ്കിലും വായിക്കത്തി ചവയ്ക്കാൻ കിട്ടിയ ആണ്ടേ ദാഹിച്ചിട്ട് വയ്യ. വെള്ളം വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് പോയി ഗൈസ്. അതുപോലെ ഇവിടെ ഭയങ്കര ഉടക്ക്. ഇവിടെ ഈ ഏരിയയിലെ ഭയങ്കര ഉടക്ക്. മറ്റേ അവിടെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ജലബീരങ്കി ഒക്കെ ഇട്ട് ഇവിടെ ചേച്ചിമാർ അങ്ങോട്ട് ഇട്ട് വായിട്ട് എല്ലാത്തിലും ബെറ്റർ ആതിരാജയുടെ സാധനമായിരുന്നു. കിട്ടി പാട്ട് പാടാ മോനെ.
നൽകി മോഹൻ ചുണ്ടിൽ പ്രേമം നൽകി പ്രേമൻ നെഞ്ചിൽ രാഗം നൽകി കാറ്റിൻ കൈകൾ താളം നൽകി താളം തുമ്പത്തിൽ ഞാലാടി പാടൂ നാട്ടുമൈനേ. നമ്മൾ ജ്യോതി എന്ന് പറയുന്ന ഇവളുടെ ഒരു കൂട്ടുകാരിയുണ്ട്. വിഷയമാ അവള് ഒരു കൊരങ്ങി കഴുകിയ പോലും ഇല്ല. അപ്പിട്ടിട്ട് വിളിച്ചപ്പോ അപ്പിടുവാന്നാണ് ലാസ്റ്റ് നമ്മളിപ്പോ ജ്യോതിയുടെ വീട്ടിൽ വന്ന പോലെ. അതാ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മള് ജ്യോതിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മള് ജ്യോതിയെ എടുത്തിട്ടുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല മോരുമ്പെള്ളം ഈ ലോകത്തിലെ ഇവരെല്ലാരും പറഞ്ഞു. നീ എന്താ ഇത് നമ്മൾ ഇന്ന് ഇറങ്ങി തിരിച്ചത് മൊത്തം പ്രശ്നമാണല്ലോ. മൂരിയോടെ അടച്ചേക്കുന്നു. നമ്മളിപ്പോ ബംഗ്ലാദേശിലാണ്. ഇതെന്താ ബംഗ്ലാദേശ് എന്ന് വിളിക്കുന്നത്? നമുക്ക് ജ്യോതി വീട്ടിൽ വന്നപ്പോ കൊറേ ഫുഡൊക്കെ തന്നു ഗൈസ്. നമ്മള് പരാഗിലൊക്കെ പോയി ബിരിയാണി ഒക്കെ തിന്നാന്നും പറഞ്ഞോണ്ട് തുണിക്കട എന്താന്ന് പരാഗണല്ലേ അവിടെ ചെന്ന് ബിരിയാണി ഒക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വലിയ വമ്പൻ പ്ലാനാണ്. ഇവൾ ഒറ്റരുത്തി കളഞ്ഞു കുളിച്ചത്. എന്തായാലും അവിടുത്തെ ഫുഡ് നല്ലതാണ് ഗൈസ്. ഫ്രഷ് ആയിട്ടുള്ള മീൻ ഒക്കെ കിട്ടും. അവള് പറഞ്ഞ ഇന്നലത്തെ മീൻ അതാ. പക്ഷെ നമ്മൾ എന്തായാലും ചുമ്മാതാ ഗൈസ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു. ഹോംലി ഫുഡായിരുന്നു. നെത്തോലി നമ്മുടെ നാട്ടിൽ ചൂടെന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയാം ഗൈസ്? അങ്ങനെ അതൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്നതിന്റെ നമ്മൾ ചൂടൊക്കെ കൊണ്ട് ഒരുമാതിരി തളർന്ന് അവിടെ ചെന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഗൈസ്. നമ്മളിതൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ ഇവിടെ ഒരുക്കി കുറെ നേരം 2 മണിക്കൂർ ഒരുക്കിയതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പൊ നമ്മള് നേരെ അടുത്ത് എങ്ങോട്ട് അടി പോകാൻ പോന്നെ? ഇവള് സഞ്ചാര വേളിയിൽ എന്തുവാ? ബീച്ചുണ്ട്, കടലുണ്ട്, പാർക്കുണ്ട്, പിന്നെ കുറെ ആൾക്കാരുണ്ട്. അമ്മയാണ് ഗൈസ്. അമ്മമ്മ മൈൻഡ് ചെയ്തില്ല ഗൈസ്. ഇവളെ മനസ്സിലായി. വിളിച്ചാലേ മൈൻഡ് ചെയ്തില്ലടാ. ഇതാണ് ഗൈസ് വെല്യന്തറ ബീച്ച്. വലിയ തുറ. വലിയ തറ ബീച്ച്. പക്ഷെ ചെറിയ തറയാ ഗൈസ്. ഓ ഇത് കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്. ഇതാണ് ഗൈസ് സെന്റ് ആന്റണീസ് ജ്യോതിയുടെ പള്ളി. ഞാനിവിടെ വിനീതയുടെ കല്യാണത്തിന് മറ്റേ ഇത് വായിച്ചിട്ടുണ്ട്. പറ. ഇതാണ് ആ കൊള്ളാം രസമുണ്ട്. മറ്റേ നമ്മുടെ അർത്തിങ്കൽ പള്ളിയുടെ ഇതുപോലുണ്ട്. അർത്തിങ്കൽ പള്ളി വെച്ച് നീശയെ കണ്ടോ ശനപാഠം. ഇത് അതിനകത്ത് കയറാൻ പറ്റും. അല്ല ഞാൻ ഇവിടെ അനിയത്തിയുടെ കല്യാണത്തിന് ഞാനാ ഇത് വായിച്ചത് ബൈബിള്. എന്നിട്ട് പള്ളിയിലച്ചൻ വന്നപ്പോ സ്പീഡ് കുറച്ച് വായിക്കും. ഹൈലൈറ്റ് ഇവള് മറ്റേ മലയാളത്തിന്റെ കവിത വായിക്കുന്ന പോലാണ് ഇവള് വായിച്ചത്. ആമേനെന്നൊക്കെ ഇവര് പാട്ടൊക്കെ പാടുന്നത് പിന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നീ ആമേനൊക്കെ എങ്ങനെ പറഞ്ഞു? ഇല്ലേ എന്തെങ്കിലും പറഞ്ഞു ഇവള് വായിച്ചപ്പോ? അന്ന് അറിയത്തില്ലായിരുന്നല്ലോ. ഞാൻ എല്ലാരും വിചാരിച്ചു ഞാൻ ക്രിസ്ത്യനായിരുന്നെന്ന്. ഇപ്പൊ പിന്നെ ജ്യോതിയുടെ കല്യാണത്തിന് എനിക്ക് ബൈബിള് വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന്. പക്ഷെ ഇപ്പൊ ഇനി അവര് സമ്മതിക്കത്തില്ല. മോസ്റ്റ്ലി ഇവളുടെ കല്യാണം ഒളിച്ചോടാനാണ് സാധ്യത. നിങ്ങൾക്കറിയോ ഇവിടെ കർക്കിടക മാസം ആവുമ്പോഴത്തേന് ബീച്ച് സ്ഥലം കൊണ്ടുപോകുന്നു. ഇതൊക്കെ എന്ത് പോയത്? ഞങ്ങൾ ഇപ്പോഴറിയുന്നത്. ഇത് കാര്യമായിട്ട് പറഞ്ഞല്ലേ? താണ്ടി തെര താണ്ട് അടിച്ചു കയറും ഗൈസ്. തെര താണ്ട് അടിച്ച് ഇങ്ങോട്ട് കയറുന്നു. ഇതാണ് വേളി. ഇതാണ് ഗൈസ് വെട്ടുകാട് പള്ളി. ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. ഞാനും ജ്യോതിയും കൂടെ വന്നിട്ടുണ്ട്. നല്ലൊരു പള്ളിയാണ്. അകത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്.
ബീച്ച് സൈഡ് വെട്ടുകാട് പള്ളി. നിങ്ങളിപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത്? നമ്മളിപ്പോ കിഴങ്കാളി അല്ലല്ല, ഒരെണ്ണത്തെ നമുക്ക് എല്ലാവർക്കും കൂടെ 100 രൂപ. ഗൈസ് ഇവിടെ കണ്ടോ ഗൈസ്, ട്രെയിൻ പാളം ഒക്കെ ഉണ്ട് ഈ പാർക്കിൽ തന്നെ. ഭയങ്കര വെയില് കേട്ടോ, മൊത്തത്തിൽ ഇന്ന് വെയിലും നമ്മൾ പോയടോ എല്ലാം ചീറ്റി പോയി, അങ്ങനത്തെ പരിപാടിയൊക്കെയാ മൊത്തത്തിൽ. ട്രെയിൻ, 2 ചേച്ചിമാരാ ഗൈസ് ട്രെയിൻ ഓടിക്കുന്നത്. ജ്യോതി വരുന്നത് കണ്ടോ, അവളാ വരുന്നത് ഒരു അളവാ, അളവ് തെറ്റിപ്പോയി. ഈ വീൽ ചെയർ കറക്റ്റ് ആ വഴി കൂടെ കേറോ ഇല്ലെന്ന് അവൾ അളവെടുക്കാൻ പോയത്, അളവ് പോയി. അറിയത്തില്ല അതാ. എല്ലാ സൈഡിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്പോട്ട് നമ്മളവിടെ നിന്നത്. അല്ല, കാലേ സ്പാസ് കൊണ്ട് ചിലപ്പോ അറിയാതെ തട്ടാൻ നമ്മള് വീൽ ചെയർ പൊക്കേണ്ടി വരും. ഞാൻ വിളിക്കണോ? അവനെ താഴെ നിങ്ങൾ അവനെ കൊണ്ടുപോകും. അല്ല, എവിടെ ഇരിക്കുന്നത്? അല്ല പിന്നെ ഓക്കെ അല്ലേ? ഞാൻ പിടിച്ചേ. എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ് എല്ലായിടവും ചീറ്റി, അതുവഴി പൊക്കി ഇതുവഴി പൊക്കിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ പൊക്കി കൊണ്ടുവന്നിട്ട് ഇപ്പൊ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. ബീച്ചിൽ ഇറങ്ങാനായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇതാ പാലം. ഈ പാലം കണ്ടോ, ഈ പാലത്തെ കൂടെ പൊക്കി ഇവിടെ കൊണ്ടുവന്നത് ബീച്ചിൽ പോകാനായിരുന്നു. പക്ഷെ ബീച്ചിൽ പോകാൻ പറ്റത്തില്ല. ബീച്ചിൽ പോകാൻ പറ്റാത്ത എന്താ? അതുകൊണ്ടാണോ? നടന്നു പോകുന്ന കടല് കേറിയെന്നും ഇറങ്ങിയെന്നും എന്തൊക്കെയോ പറയുന്നത്. ഇവക്ക് ഇപ്പൊ എന്നെ റെയിൽവേ ട്രാക്കിൽ കൂടെ കയറ്റിക്കൊണ്ട് നമ്മളൊരു ട്രാക്ക് ഉണ്ട്, ട്രാക്കിൽ കൂടെ അളവെടുക്കുന്നു. തച്ചനാ പെരുന്തച്ചൻ. ഇതാ ഞാൻ മാഗി മേടിച്ചു തന്നോട്ടെ. ഇവിടെ മനുഷ്യൻ ചാവാൻ നിൽക്കുക, അവർക്ക് മാഗി മേടിച്ചു. വീട്ടിൽ ഇത് തന്നെ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ നമ്മൾ ഇന്ന് ഇറങ്ങി തിരിച്ചത് എല്ലാം ചീറ്റിട്ടുണ്ട്. എല്ലാം ചീറ്റിട്ടുണ്ട് മൊത്തത്തിൽ. ഒരു ഗൈഡ് വന്നത്, അതെ, ഗൈഡ് വന്നതാണ് ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാം ചെയ്തത്. അവളില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും സാധിക്കത്തില്ലായിരുന്നു. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇനി ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. എന്തായാലും ഒരു വല്ലാത്ത യാത്രയായിരുന്നു. വെളുപ്പിന്റെ 4 മണിക്ക് എണ്ണിട്ട് പരിപാടി തുടങ്ങിയതാ ഇത്. നമ്മൾ മോരുവെള്ളം കുടിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഞാനും ജ്യോതിയും കൂടെ വന്ന് മേടിക്കുകയാണ്. അവരവിടെ കാറിനകത്ത് ഇരിക്കുകയാണ്. നമുക്ക് മോരുവെള്ളം കിട്ടി നമ്മൾ കൊണ്ടു കൊടുത്തു. നമ്മൾ കുടിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവളെ കൊണ്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ വിടാൻ പോവാണ്. ഇറക്കി വിടുവാണ്.
എടി സുരക്ഷിതമായി വീട്ടിൽ ചെല്ലണം. ഇവിടുന്ന് വേണമെങ്കിൽ ഫ്ലൈറ്റ് താഴെ പിടിച്ച് എത്തുവാനുള്ള എല്ലാവർക്കും ടാറ്റ കൊടുക്കുക. ചോദ്യം അച്ഛനും കൊണ്ട് നമ്മളെ കൊണ്ടിടാൻ പോകണ്ട ഗൈസ്. ഗൈസ് രാവിലെ മുതല് ഇത്ര ഈ സമയം വരെ ജ്യോതിയാച്ചയ്ക്ക് അപ്പിടാൻ പറ്റണില്ലായിരുന്നു. ഇപ്പൊ പോവും. ഇപ്പൊ തുമ്പത്ത് നിൽക്കാൻ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പൊന്നെ ഒരു മൈൻഡും ഇല്ല ഇരിക്കുക. പൊന്നെ അയ്യോ അയ്യോ പയ്യെ പ്രായിക്കൂടി പയ്യെ പ്രായിക്കൂടി അച്ചാ തീട്ടം പോവും. തീട്ട പ്രശ്നം അവർക്ക് പറ്റത്തില്ല കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല. വണ്ടിയുടെ ഒത്തിരി ബ്രേക്ക് പിടിക്കാൻ അങ്ങനെ പറ്റത്തില്ല. ആ ഒരു അവസ്ഥ ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോ അപ്പിയോ അതുപോലെ എന്റെ ദിനത്ത കംപ്ലീറ്റ് ഔട്ടായി പോയി. ഇതിനിടയ്ക്ക് സംഭവിച്ചായിരുന്നു ദിനത്ത ഓഫ്. എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പെയ്യ ഇനി യാത്ര തുടരാം. ഏതോ ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് പൊറോട്ട, ദോശ, അപ്പം അതെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് കഴിക്കാം. വന്നിട്ട് കാണിക്കാം. ഫുഡ് അറ്റാക്കിംഗ് ആണ്. അറ്റാക്കിങ് തുടങ്ങി. ഉച്ചയ്ക്ക് നമ്മുടെ ജോലിയുടെ വീട്ടിൽ നിന്ന് കഴിച്ച് അപ്പൊ അത് കഴിഞ്ഞിട്ട് അതും പക്ഷെ വലിയ കാര്യമായിട്ട് കഴിക്കാൻ പറ്റില്ല. കാരണം എന്താ കാരണം നമുക്ക് കഴിക്കാൻ തോന്നും. അതിന് മുമ്പ് നമ്മൾ കുറെ വെള്ളവും കുടിച്ച് കാര്യങ്ങളെല്ലാം കഴിച്ചുകൊണ്ട് അവിടെ ഇച്ചിരി കഴിച്ചുള്ളായിരുന്നു. ഇപ്പൊ പക്ഷെ കഴിക്കാൻ വയ്യായിരുന്നു. ഇത് ഒട്ടും വയ്യായിരുന്നു. അവിടുന്ന് കഴിക്കാൻ പറ്റണേ ഇല്ലായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ വയറൊക്കെ എന്തോ പോലെയായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര ഇതായിരുന്നു. ഇപ്പോഴും വിശപ്പില്ലാത്ത വൈകിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചാൽ കഴിക്കുക. കഴിക്കണമെന്ന് കഴിക്കുകയല്ല. എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ കഴിച്ചു. കഴിച്ചു തീർത്തു. കുഴപ്പമില്ലായിരുന്നു ഗൈസ് ഫുഡ്. ഗൈസ് അപ്പൊ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞേ? അപ്പൊ ഓക്കെ ബൈ ഗൈസ്. മറ്റൊരു വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഉടനെ ഉടനെ കാണാം ഗൈസ്. ടാറ്റ.